നിങ്ങളൊരു സാധാരണ ഇന്ത്യക്കാരൻ ആണ്, ആദ്യമായിട്ടാണ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, അതുപോലെ നിങ്ങളുടെ ഓൺലൈൻ ബാങ്കിങ് ഉള്ള ഒരു അക്കൗണ്ടും വേണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ചോ അല്ലാതെയോ ഗ്രോ ആപ്പോ MS സെൻട്രൽ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുകയും നിങ്ങളുടെ KYC പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ KYC പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് 2 ദിവസം നിങ്ങളുടെ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യും. ഈ KYC പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് മിക്കവാറും ആദ്യമേ നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ അതിലേക്ക് ഒരു OTP വരും. ആ OTP കൊടുത്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ, അതുപോലെ ആധാർ നമ്പർ, അതുപോലെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള മറ്റുള്ള വിവരങ്ങൾ, അതുപോലെ നിങ്ങളുടെ ഒരു സെൽഫി എടുക്കും, അതുപോലെ നിങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങളുടെ ഒരു ഒപ്പിടേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവസാനത്തെ സ്റ്റെപ്പായിട്ട് നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ആധാർ OTP വെരിഫിക്കേഷൻ നടത്തുകയും അങ്ങനെ KYC പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയും ചെയ്യുക. 2 ദിവസത്തിനൊക്കെ ശേഷം ഈ KYC അപ്രൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ ലംസമായിട്ടോ SIP ആയിട്ടോ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും.